ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകൻ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, ടുഡേ വിൽ സ്റ്റെപ്പ് ഇൻ ടു എ ഫ്രൂട്ട് ഷോപ്പ് ആൻഡ് ആസ്കിങ് ദി ഫ്രൂട്ട്സ് വാസ് ദ പ്രൈസ് ലൈക്ക് ദാറ്റ്. മേരാ ദർശകവും ആജ് എ ഫ്രൂട്ട് ഷോപ്പ്. ഓക്കെ, അപ്പോൾ നമ്മളിന്നൊരു ഫ്രൂട്ട് ഷോപ്പിൽ പോവുകയാണ്. അതാ ഫ്രൂട്ട്സിൻ്റെ വില ചോദിക്കുന്നു, പിന്നെ എത്ര റുപ്യുണ്ട്, ബാർഗെയിനിങ് ആണ് കേട്ടോ, വില പേശൽ അതെല്ലാറ്റിലും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കാം നമുക്ക്. അപ്പോൾ ഒരാൾ ഉള്ളിൽ കയറുകയാണ്, ചോദിക്കുന്നു, ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ തിരിച്ച് ഫ്രൂട്ട് ഉടമസ്ഥൻ കടക്കാരൻ, ഗുഡ് മോർണിംഗ്, പ്ലീസ് കം ഹിയർ, പ്ലീസ് സ്റ്റെപ്പ് ഇൻ. ഹലോ ഗുഡ് മോർണിംഗ് അല്ലേ, എന്ത് പറയാം, ഗുഡ് മോർണിംഗ് അറിയാം, സുപ്രഭാത് ഹിന്ദിമേ, വരൂ ഉള്ളിലേക്ക് വരൂ എന്ന് പറഞ്ഞു. സുപ്രഭാതം, ഉള്ളിലേക്ക് വരൂ. വാട്ട് യു വാണ്ട് സർ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ സർ, രണ്ടും ചോദിക്കാട്ടോ. അപ്പോൾ ഐ വാണ്ട് സം ഫ്രൂട്ട്സ് ഹിയർ, മേരേക്കോ കുച്ച് ഫ്രൂട്ട്സ് ആയി. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞ് എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം ഇവിടെ നിന്ന്. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ വിച്ച് കൈൻഡ് ഓഫ് or what kind fruits do you want sir? I want some angur. Angur means മുന്തിരി, ഗ്രേപ്പ് കേട്ടോ. എനിക്ക് കുറച്ച് അങ്കൂർ വേണം. അതുപോലെ കുച്ച് പൈനാപ്പിൾ, കുച്ച് ആപ്പിൾ, കുച്ച് അനാർ. അനാർ അറിയാലോ എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ അനാറെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് പറയാം, എനിക്ക് നമ്മൾ മധുരനാരങ്ങ എന്ന് പറയും ചിലത് അല്ലേ അനാറിന്, എന്തോ ആട്ടെ. കുച്ച് ഗുവ അറിയാം, എന്താ പറഞ്ഞാൽ ഗുവ മീൻസ് അറിയാലോ, കൊയ്യക്ക വേണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ എന്താ സാർ വേണ്ടത്, ദെൻ ചോദിച്ചു. പിന്നെ ഐ വാണ്ട് സം ഗ്രേപ്സ്, നേരത്തെ പറഞ്ഞാണ് അങ്കൂർ. വീണ്ടും അയാൾ അറിയാതെ പറയുകയാണ്, കുറച്ച് അങ്കൂർ കൂടി വേണം. ഓക്കെ, ദെൻ സാർ ഗൂസ്ബെറി ഈസ് ഹിയർ, നെല്ലിക്ക ഉണ്ടോ അവിടെ, ഗൂസ്ബെറി അറിയാലോ. അപ്പോൾ യെസ് സർ, ഹൗ മച്ച്, 1 kilo, 1 kilo, നോട്ട് 1 kilo ഈസ് നോട്ട് ഗുഡ് ഇംഗ്ലീഷ്, 1 kilo. ഓക്കെ, മേരേക്കോ 1 kilo ഗൂസ്ബെറി ചായി. ഓക്കെ, അതൊക്കെ പൊതിഞ്ഞ് കൊടുക്കണം അദ്ദേഹം. പൊതിഞ്ഞ് കൊടുത്ത് പിന്നെ ദെൻ വാട്ട് യു വാണ്ട് സർ, ദെൻ ചോദിച്ചു പിന്നെ എന്ത് വേണം. ഇറ്റ് വിൽ ഡു. ദെൻ ടോട്ടൽ ഹൗ മച്ച്, എന്താ പിന്നെ പൂരാ ഫ്രൂട്ട്സ് കെ ലിയേ പ്രൈസ് ചോദിക്കാം, എത്ര തരണം. ഇറ്റ്സ് അധികം കാൽക്കുലേറ്റ് ചെയ്യണം. ഫ്രൂട്ട് മർച്ചൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കൂട്ടണം കേട്ടോ, അല്ലെങ്കിൽ എഴുതി കൂട്ടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പഴയ ആളാണ് പക്ഷേ അദ്ദേഹം, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി കൂട്ടിക്കൊണ്ട് പറയണം. സർ പറഞ്ഞുകൊണ്ട് കുറച്ച് കൊടുക്കുകയാണ്. സർ ഓൺലി 60 rupees. 60 50 60 नहीं 50 rupees, 50 രൂപ മതി സാർ, ഓൺലി 50 rupees. ഇറ്റ്സ് എ റിഡക്ഷൻ, കം ബഹുത് കം കർ ഹോ ഗയ. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു, വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിരിയുന്നു. ഓക്കെ, ദെൻ സി യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ദെൻ ഗുഡ് നൈറ്റ്, ശുഭരാത്രി.